കൊല്ലത്ത് നിന്ന് വരുന്ന വാർത്ത, കൊല്ലത്ത് നടുറോഡിൽ അമിതമായി റേസ് ചെയ്ത ഇരുചക്ര വാഹനം കത്തി നശിച്ചു. ചൊവ്വാഴ്ച ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയുടെ ജയം ആഘോഷിക്കുന്നതിനിടയിലാണ് സംഭവം. ഇതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിലേക്ക്. ഷമീർ അബ്ദുൾ വിവരങ്ങൾ മത്സരം. ഷമീറെ, അതിര് കടന്ന ഒരു ആഘോഷം, അത് ഒരു വലിയ ദുരന്തത്തിലേക്കൊന്നും പോയില്ല എന്നുള്ളതാണ് ആശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യം അല്ലേ? തീർച്ചയായിട്ടും സേതു, ഈ മെസ്സിയുടെ വിജയവും അർജന്റീനയുടെ വിജയവും ഒക്കെ പലയിടങ്ങളിലും ആഘോഷങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. അത്തരത്തിലൊരു ആഘോഷമാണ് കരിക്കോട് TKM കോളേജിന് മുമ്പിൽ നടന്നത്. ഈ ബൈക്ക് റേസ് ചെയ്യുകയും പിന്നീട് ഈ റേസ് ചെയ്യുന്നതിനിടയിൽ ഈ സൈലൻസറിൽ നിന്നും തീ എഞ്ചിൻ്റെ ഭാഗത്തേക്ക് എത്തുകയും ഈ ബൈക്ക് പിന്നീട് കത്തി നശിക്കുകയും ചെയ്തൊരു സാഹചര്യമാണ് അവിടെ ഉണ്ടായത്. ഈ വലിയ അപകടങ്ങളൊന്നും ഉണ്ടായില്ല. കൂടുതൽ യുവാക്കൾ അവിടെ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വെക്കാവുന്ന മറ്റൊരു സംഭവം കൂടി നടന്നു. കൊല്ലം പള്ളിമുക്കിലും സമാനമായി ഈ തീ തുപ്പുന്ന വാഹനങ്ങളുമായി നിരത്തിലിറങ്ങി റോഡ് ബ്ലോക്ക് ചെയ്യുകയും നാട്ടുകാർക്ക് ശല്യമുണ്ടാക്കുകയൊക്കെ ചെയ്ത സംഭവത്തിലും പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. കണ്ടാലറിയുന്ന 50 പേർക്കെതിരെ കേസെടുത്തു എന്നുള്ള വിവരം കൂടി വരുന്നത് ഇതിനൊപ്പം കൂട്ടിച്ചേർക്കാവുന്ന മറ്റൊരു വാർത്തയാണ്. എന്തായാലും ഈ സംഭവത്തിൽ, കരിക്കോട് നടന്ന സംഭവത്തിൽ ഈ വാഹനം പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. എന്തായാലും ഈ വാഹനം ഏതാണ്, ആരാണ് എന്ന് തുടങ്ങിയുള്ള വിവരങ്ങളൊക്കെ തന്നെ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി പോലീസ് അത്തരത്തിലൊരു അന്വേഷണം കൂടി ഇപ്പോൾ നടത്തുന്നുണ്ട്. സേതു, ഓക്കെ, ശരി ഷമീറെ, ശരി. എന്തല്ലേ ഇതൊക്കെ ഒരു വേണമെങ്കിൽ ഒരു ദുരന്തമൊക്കെ ഉണ്ടാകാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ പൊട്ടി തൊട്ടടുത്ത് തന്നെ വേറെ വാഹനങ്ങളുണ്ട്. പെട്രോൾ ടാങ്കൊക്കെ പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലൊന്നും നിൽക്കാത്ത തരത്തിലേക്ക് പോകും. ആഘോഷങ്ങളൊക്കെ വേണമല്ലേ, പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണമെന്നുള്ളതാണ്. അമിതമായിട്ട് ഈ മറ്റുള്ളവർക്ക് ദോഷമുണ്ടാക്കുന്ന രീതിയിലുള്ള ആഘോഷങ്ങളിലേക്കൊന്നും ആരും പോകാതിരിക്കുന്നതാണ് നല്ലത്.